നമസ്കാരം. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ പറ്റി മലയാള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ബാലൻസ് ചെയ്തും ഇറാന് മുൻതൂക്കം കൽപ്പിച്ചുകൊണ്ടുമാണ്. അതായത് ഇസ്രയേൽ ഒന്നടിച്ചാൽ ഇറാൻ രണ്ടു തിരിച്ചു കൊടുക്കുമെന്ന മട്ടിൽ. എന്തുകൊണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പടച്ചുവിടുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ മുസ്ലിം മതവിശ്വാസികൾ, കോൺഗ്രസുകാർ, മാർക്സിസ്റ്റുകൾ എല്ലാം തന്നെ ഇറാൻ അനുകൂലികളും ആരാധകരുമാണ്. അതുകൊണ്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒളിച്ചോടിയെന്ന് പോലും മാധ്യമ ചെറ്റകൾ നുണ പ്രചരിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ വിജയം മലയാളികൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് മാപ്രകീടങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനി എന്ന മതഭീകര ജീവിക്ക് സദാം ഹുസൈന്റെ ഗതിയാണ് വരാൻ പോകുന്നത്. ആ സാധനം ഏത് മാളത്തിൽ പോയി പതുങ്ങിയാലും അതിന് വിധിക്കപ്പെട്ട ശിക്ഷ ഇസ്രയേൽ നടപ്പിലാക്കിയിരിക്കും. ഇത് പ്രബുദ്ധ കേരളം എങ്ങനെ സഹിക്കുമെന്നറിയില്ല. ഒരുപക്ഷെ ഒരു സംയുക്ത ഹർത്താലിൽ ഇവറ്റങ്ങളുടെ സങ്കടം അടക്കി നിർത്തുമായിരിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ജിഹാദികൾ ലോകത്ത് എവിടെ തുള്ളിയാലും അത് ചെമ്മീൻ തുള്ളുന്ന പോലെ ആദ്യം മുട്ടോളം പിന്നെ ചട്ടിയിലുമായിരിക്കും എന്നതാണ്. ലോക മനുഷ്യരെ 6-ാം നൂറ്റാണ്ടിലെ പ്രകൃതമായ അറബ് ഗോത്ര ജീവിതത്തിൽ കെട്ടിയിടാനാണ് ജിഹാദികൾ തുള്ളുന്നത്. ആ തുള്ളൽ എവിടെ എത്തുമെന്ന് ഇറാൻ നമുക്ക് കാണിച്ചു തരും. 1979 മുൻപുള്ള പരിഷ്കൃത ഇറാൻ പുനരാവിഷ്കരിക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധരാണ്. അത് ഇസ്രയേൽ രാജ്യത്തിന്റെയും യഹൂദരുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. യഹൂദരെ ഇല്ലാതാക്കി നേരത്തെ സ്വർഗത്തിലേക്ക് പോയി മതിക്കാമെന്ന് ഒരു ജിഹാദിയും മനപ്പായസം ഉണ്ണേണ്ടതില്ല. കേരളം എന്തുകൊണ്ട് ജിഹാദികളെ ഇങ്ങനെ താങ്ങുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാർക്കും മാർക്സിസ്റ്റുകൾക്കും മുസ്ലിങ്ങളുടെ വോട്ട് വേണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ അറബ് അന്ധവിശ്വാസങ്ങളിൽ തളച്ചിടപ്പെട്ട് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും പരിഷ്കൃത ആശയങ്ങളിലേക്കും ചിന്തകളിലേക്കും വരരുതെന്നതാണ് കോൺഗ്രസുകാർക്കും മാർക്സിസ്റ്റുകാരും ആഗ്രഹിക്കുന്നത്. ജിഹാദികളെ തലയിലേറ്റി സുഖിപ്പിക്കാനും ലാളിക്കാനും അതാണ് കാരണം. ഹിന്ദുക്കൾ എന്ന വർഗം ആത്മാഭിമാനം ഒട്ടുമില്ലാത്ത ജന്തുക്കളാണെന്ന് കൊങ്ങിക്കമ്മികൾ കരുതുന്നു. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ എത്രത്തോളം പ്രീണിപ്പിക്കുന്നുവോ അത്രയും അനുപാതത്തിൽ ഹിന്ദുക്കളെ അവഗണിക്കുന്നതും. ഹിന്ദു വോട്ടുകൾ തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്ന് കൊങ്ങിക്കമ്മി നേതാക്കൾ വിശ്വസിക്കുന്നു. പക്ഷേ ക്രിസ്ത്യൻ സമൂഹം BJPയോട് അടുക്കുന്നത് ഹിന്ദുക്കളിൽ ആത്മാഭിമാനം ഉണർത്താൻ കാരണമാകുന്നുണ്ട്. BJP ഭരിച്ചാൽ മാത്രമേ രാജ്യത്ത് യഥാർത്ഥ മതേതരത്വം പുലരൂ എന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തിരിച്ചറിയുന്നു. കൊങ്ങിക്കമ്മികളുടെ മതേതരത്വം ഉളുപ്പില്ലാത്ത മുസ്ലിം പ്രീണനം മാത്രമാണ് എന്നതിൽ ക്രിസ്ത്യാനികൾക്ക് സംശയമേതുമില്ല. ഇത് ഹിന്ദുക്കളിൽ മെല്ലെയാണെങ്കിലും മാനസാന്തരം ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ സ്വാഭിമാന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യഥാർത്ഥ ദേശീയ മുസ്ലിങ്ങളും BJPയുടെ കൊടിക്കീഴിൽ അണിനിരക്കുന്ന കാലം വിദൂരമല്ല. അത് കേരളത്തിന്റെ സുവർണകാലം കൂടിയായിരിക്കും. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.